ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഡിസംബർ 15 തൊട്ട് 30 വരെയുള്ള ഒരു കാലഘട്ടം, 15 ദിവസത്തെ ഒരു ഫലമാണ് പറയുന്നത്. തുലാരാശിക്കാർക്കുള്ള ഫലമാണ് പറയുന്നത്. തുലാരാശിക്കാർക്ക് രാശിയിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശുക്രൻ, 2-ാം ഇടത്തിൽ ചൊവ്വ, 3-ാം ഭാവത്തിൽ സൂര്യനും ബുധനും, 5-ാം ഭാവത്തിൽ ശനി, 6-ാം ഭാവത്തിൽ രാഹു, 7-ാം ഭാവത്തിൽ ഗുരു അതായത് വ്യാഴൻ എന്നിവയാണ് അതുള്ളത്. അതേസമയത്ത് 12-ാം ഭാവത്തിൽ കേതു. ഇതാണ് ഗ്രഹസ്ഥിതി. അപ്പോൾ ഇവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ഈ ഡിസംബർ സ്റ്റാർട്ടിങ് തൊട്ടിട്ട് പകുതി വരെ ഉണ്ടായിരുന്ന സമയത്ത് നിന്നും കുറച്ചൊരു മാറ്റം വന്ന് ഗുണകരപരമായിട്ടുള്ളൊരു മാറ്റം. എന്തിനാണ് ഗുണം കൂടുതലായിട്ട് വരിക എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, കടബാധയിൽ നിന്നും കുറച്ച് വിട്ടുവരുവാനുള്ള സാധ്യത, രോഗങ്ങളിൽ നിന്നും വിട്ടുവരുവാനുള്ള സാധ്യത, ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യത, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉയർച്ച വരുവാനുള്ള സാധ്യത, ആ സിനിമാ സംബന്ധപരമായിട്ട് ചില നീക്കുപോക്കുകൾ വെച്ചിരിക്കുന്നവർക്കെല്ലാം അനുകൂലപരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സാധ്യത, നാശനഷ്ടങ്ങൾ വരാനുള്ളതിനെ തടുത്ത് നിർത്തി അതിനെ സ്വരൂപിച്ചു കൊണ്ടുപോകാനുള്ള സാധ്യത, നല്ല വർത്തമാനത്തോടു കൂടിയിട്ടുള്ള ആശങ്കാപൂർവമായിട്ടുള്ള പെരുമാറ്റത്തോടു കൂടിയിട്ട് അവർ വിജയത കൈവരിക്കും എന്നാണ് പറയുന്നത്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് അതിൽ നേടാൻ പറ്റുന്ന പരമാവധി നേടാൻ പറ്റുന്ന ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം നേട്ടം കൈവരിക്കുവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. സഹായഹസ്തങ്ങൾ നിറയുണ്ടാവും. കൂട്ടുകാരന്മാരായാലും സഹോദര മിത്രന്മാരാണെങ്കിലും അതുപോലെ പലവിധ സഹായികളാണെങ്കിലും അവരുടെ പിൻബലത്തോടുകൂടി ചില പ്രത്യേക കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കുവാനുണ്ട് എന്നാണ് പറയുന്നത്. അതുകൂടാതെ തന്നെ ഈ തുലാരാശിക്കാർക്ക് ഈ 15 തൊട്ട് 30 വരെയുള്ള ഈ കാലഘട്ടത്തിൽ ഗൃഹസംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഭവനം വെക്കാനുള്ളത്, അതുപോലെ തന്നെ വാഹനം വാങ്ങിക്കാനുള്ള ഏറ്റവും നല്ല മുഹൂർത്തപരമായിട്ടുള്ള ഒരു ദിവസങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് പുതിയ ഭവനം വയ്ക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ തുടങ്ങി വയ്ക്കാം. അതുപോലെ തന്നെ ഉചിതപരമായിട്ടുള്ള വാഹനയോഗം ലഭിക്കാം. ക്ഷേത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് അതിനെ നേടിയെടുക്കാൻ പറ്റും. ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റും എന്നതിൽ യാതൊരുവിധ സംശയം ഇല്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വിദേശ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റും. അതായത് വിദേശ സംബന്ധമായിട്ട് നമ്മൾക്ക് വരാനിരിക്കുന്ന രേഖകൾ, അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വിസ പോലെയുള്ള രേഖകൾ, മാത്രമല്ല വിസ സംബന്ധമായിട്ടുള്ള പലവിധ പേപ്പറുകൾ വരാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം പെട്ടെന്ന് തെളിഞ്ഞു വരുന്ന ഒരു സമയം ഇപ്പോൾ ഉണ്ടാവും. മനസ്സിന് ഭയങ്കരമായിട്ടുള്ളൊരു ആശ്വാസം കിട്ടുന്ന ഒരു സമയമാണത്. എൻജിനീയർ സംബന്ധമായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് കൺസ്ട്രക്ഷൻ മേഖലയായാലും IT മേഖലയായാലും മെക്കാനിക്കൽ മേഖലയായാലും ഉചിതപരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റും. ഗവേഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കുറച്ചുകൂടി ഗുണാനുഭവങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. മെഡിക്കൽ സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വളരെ ഉയർച്ച ഈ 15 ദിവസത്തിൽ തന്നെ കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. രോഗവർദ്ധനവിൽ നിന്ന് മോചനം ലഭിക്കുവാനുള്ള സാധ്യത, ഈശ്വരാധീന വർധനവുണ്ടാവും. ഗവൺമെൻറ് ജോലിയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഉചിതപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുവാനും വിദേശ യാത്രകൾ കൊണ്ട് ഗുണങ്ങൾ കിട്ടുവാനുമുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഈ 15 തൊട്ട് 30 വരെയുള്ള കാലം തുലാരാശിയെ പുറത്തു വരിക്കുക. അതായത് ചിത്തിരയുടെ അവസാനത്തെ പകുതി ഭാഗവും ചോതിയും വിശാഖത്തിൻ്റെ അവസാനത്തെ വിശാഖത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗവും കൂടി ചേരുന്ന തുലാരാശിക്കാർക്കാണ് ഈ പറയുന്നത്. ഈ തുലാരാശിക്കാർക്ക് എന്തായാലും ഗുണകരമായിട്ടുള്ള ഒരു 15 ദിവസമാണ് വരാൻ പോകുന്നത്. നമസ്കാരം.